Good morning. Hope you all gone through the slide Volvox which I have uploaded in the LMS. Volvox, which belongs to the family Volvocaceae, comes under Chlorophyceae. It is a cenobium. Cenobium means it is a multicellular. Cenobium means it is a colony of unicellular members, that is without marked distinction between vegetative and reproductive units. That means you can see it is even though it is a colony form, you cannot differentiate whether because each cell is independent. You cannot differentiate. നിങ്ങൾക്കൊരു കോളനി മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഏതാണ്, വെജിറ്റേറ്റീവ് സ്ട്രക്ചർ ഏതാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് സിനോബിയം എന്ന് പറയുന്നത്. ബട്ട് ദേ ആർ ഇൻ്റർ കണക്റ്റഡ്. ഓരോ സെല്ലും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും അവ തമ്മിൽ സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ് ഉണ്ട്, അത് തമ്മിൽ ഇൻ്റർകണക്ഷൻസ് ഉണ്ട്. ബട്ട് യു ഷുഡ് റിമെമ്പർ ദാറ്റ് each of them is an independent unit, can carry its own metabolic activity, and each of the unit is just like a chlamydomonas cell. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ അതിലെ ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല. ബിക്കോസ് നമ്മൾ ക്ലമൈഡോമോണസ് ഡീറ്റെയിലായിട്ട് പഠിച്ചു. അതിൽ ബൈഫ്ലജലേറ്റഡ് ആണ്, ഐസോകോൺ ഫ്ലജല്ലയാണ്, കപ്പ് ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് പിഗ്മെൻറ്റ്സ് ആൻഡ് എക്സെട്ര. ബട്ട് ഇറ്റ് റിപ്രസെൻറ്റ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കോളനി ഓർഗനൈസേഷൻ എമംഗ് ഗ്രീൻ ആൽഗി. വെജിറ്റേറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. കോളനി ഫോമാണ്, എല്ലാം ഫ്ലജലേറ്റഡ് ആണ്. സോ ഇറ്റ് ഹോൾ മൂവ്സ് ലൈക്ക് എ കോളനി. Almost it consisting of 200 to 50,000 or more independent cells, and each of them are connected by cytoplasmic strands. പക്ഷേ നമുക്ക് വെജിറ്റേറ്റീവ് പാർട്ട് ഏതാണ്, റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 types of cells. 2 ടൈപ്പ് സെൽസ് എപ്പോഴും ഉണ്ടാകും. ഒന്ന് വെജിറ്റേറ്റീവ് സെൽസും, വെജിറ്റേറ്റീവ് ടൈപ്സ് ഓഫ് ക്ലമൈഡോമോണസ് സെൽസും. രണ്ടാമത് റീപ്രൊഡക്റ്റീവ് ടൈപ്സ് ഓഫ് ക്ലമൈഡോമോണസ് ലൈക്ക് സെൽസ്. വെജിറ്റേറ്റീവ് സെൽസ് എപ്പോഴും കാണുന്നത് ആൻറ്റീരിയർ പോർഷനിലാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് സെൽസ് എപ്പോഴും കാണുന്നത് പോസ്റ്റീരിയർ പോർഷനിലായിരിക്കും. ദർ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ്സ് ആർ റിലേറ്റീവ്ലി ലാർജർ ആണ്, ബിക്കംസ് നോൺ ഫ്ലജലേറ്റ് ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ആൻറ്റീരിയർ പോസ്റ്റീരിയർ എൻഡ് നിങ്ങൾക്ക് വോൾവോക്സ് കോളനി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലാതെ നോക്കുകയാണെങ്കിൽ എല്ലാ സെൽസും കോളനിയും എല്ലാ സെൽസും ഒരുപോലെയാണ് ഇരിക്കുന്നതെങ്കിലും പോസ്റ്റീരിയർ എൻഡിൽ നോക്കുമ്പോൾ കൂടുതലും കാണുന്നത് ഏതാണ്, റീപ്രൊഡക്റ്റീവ് സെൽസാണ് കമ്പയർഡ് ടു ആൻറ്റീരിയർ പോർഷൻ. വോൾവോക്സിൻ്റെ റീപ്രൊഡക്ഷൻ വളരെ പെക്യൂലിയർ ആണ്. 2 ടൈപ്പ്, സെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷനേ ഉള്ളൂ. ബിക്കോസ് വെജിറ്റേറ്റീവ് ഫ്രാഗ്മെൻറ്റേഷൻ ഒന്നും പോസിബിൾ അല്ല. Asexual reproduction, as you know, it occurs under favorable conditions. Only certain cells at posterior end of the colony can take part in asexual reproduction. Asexual reproduction take part in the cells പെട്ടെന്ന് enlarge ചെയ്യും up to 110 times, and they become rounded and loose flagella, and such a type of cell is known as ഗൊണീഡിയ. ഗൊണീഡിയയുടെ ഐസ്പോട്ട് ഫ്ലജല്ല ഇല്ലാത്തത് കൊണ്ട് തന്നെ ഐസ്പോട്ട് വിഡ്രോ ചെയ്യും, ബട്ട് ഇറ്റ് ഡെവലപ്പ് ന്യൂമറസ് പൈറിനോഡ്സ്. ആൻഡ് ഗൊണീഡിയ കുറച്ചും കൂടെ ഇൻറ്റീരിയറിലേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് ഗൊണീഡിയ സ്റ്റാർട്ട്സ് ഡിവൈഡ് ഫസ്റ്റ് ഇൻറ്റു 2, then 4, then 8. 8 സെൽ സ്റ്റേജ് ഗൊണീഡിയെ പറയുന്നതാണ് പ്ലക്കിയ സ്റ്റേജ് എന്ന്. ബിക്കോസ് അതൊരു കർവ്ഡ് ഷേപ്ഡ് ആവും. നിങ്ങൾക്ക് ഫിഗറിൽ മനസ്സിലാകും. സി, ദിസ് ഈസ് ദി 8 സെൽ കർവ്ഡ് സ്റ്റേജ് ഓഫ് വാട്ട് ക്ലമൈഡോമോണസ്. ഇതിങ്ങനെ 8 സെൽ സ്റ്റേജ് ആവും. ഈ 8 സെൽ സ്റ്റേജ് എന്ന് പറയുന്നതിനാണ് നമ്മൾ പ്ലക്കിയ എന്ന് പറയുന്നത്. പ്ലക്കിയ സ്റ്റേജിൽ നിങ്ങൾ മനസ്സിലാക്കുക, പ്ലക്കിയ സ്റ്റേജ് കഴിഞ്ഞിട്ട് അതെന്താകും, 16 സെല്ലാം 1632 ആകാം. അങ്ങനെ അത് ആ കോളനി സ്പീഷീസിന് അല്ലെങ്കിൽ ആ വോൾവോക്സിന് എത്രത്തോളം സെൽസ് വേണോ അത്രത്തോളം ടൈംസ് ഇത് ഡിവൈഡ് ചെയ്യും. ചിലപ്പോൾ ഇറ്റ് ക്യാൻ ഡിവൈഡ് അപ് ടു 162 ടൈംസ്. ആ ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ ഇതൊരു ഹോളോസ്പിയർ ആകും. പ്ലേറ്റ് ഷേപ്ഡിനെയാണ് പ്ലക്കിയ എന്ന് പറയുന്നത്. പ്ലേറ്റ് കുറച്ച് കഴിഞ്ഞ് ഡിവിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ എൻലാർജ് ചെയ്തിട്ട് ഹോളോസ്പിയർ ആകും വിത്ത് ആൻ ഓപ്പണിംഗ് നോൺ ആസ് ഫീലാപ്പോർ. പക്ഷേ ആ ഓപ്പണിംഗ് വരുമ്പോഴും നിങ്ങൾ നോക്കുക, എല്ലാ സെൽസിൻ്റെയും ടിപ്പ് പോർഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ഹോളോസ്പിയർ ആണ്. അപ്പോൾ ഈ ഹോളോസ്പിയർ എന്നുള്ള സ്റ്റേജ് വരുമ്പോഴാണ് ഇറ്റ് അണ്ടർഗോ ഇൻവേർഷൻ. വി ക്യാൻ സീ ഇൻ ദ ഫോട്ടോഗ്രാഫ്. ഇൻവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ബലൂണൊക്കെ ഉള്ളിൽ നിന്നും തള്ളി നിങ്ങൾ എന്ത് ചെയ്യും, പുഷ് ചെയ്തിട്ട് ഉൾവശം പുറത്തേക്ക് കൊണ്ടുവരില്ലേ, ബലൂണ്, പ്ലാസ്റ്റിക് കവറ്, അങ്ങനെയുള്ള എല്ലാ സാധനത്തിനെയും നിങ്ങൾ ഉള്ളിൽ നിന്നും പുഷ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ഇൻവേർഷൻ ഓഫ് കോളനി നടക്കും. അതെന്തിനാന്ന് വെച്ചാൽ ടു ബ്രിങ് ഓൾ ദ സെൽസ് ആൻറ്റീരിയർ പാർട്സ് ടുവേർഡ്സ് ഔട്ട്സൈഡ്. എല്ലാ ആൻറ്റീരിയർ പോർഷനും എന്താകും, ഔട്ട്സൈഡിലേക്ക് വരും. ഔട്ട്സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിലെല്ലാം ബൈഫ്ലജലേറ്റഡ് ആകും, ആൻഡ് ദേ ഫോം യങ് കോളനി. പിന്നെ സ്പിയർ അങ്ങ് എന്താകും, ക്ലോസ് ആവും. ഫീലാപ്പോർ ഓപ്പണിങ് അങ്ങ് ക്ലോസ് ആവും.
ബിക്കോസ് ആ ഫീലാപ്പർ ഓപ്പണിംഗ് ഇരിക്കുന്നത് തന്നെ ജസ്റ്റ് ഫോർ ഇൻവേർഷനാണ്. അതങ്ങ് ക്ലോസ് ആയി കഴിഞ്ഞാൽ ദേ ബിക്കം എൻട്രാപ്ഡ് ആസ് ഡോട്ടർ കോളനി ഇൻ വോൾവോക്സ് പാരൻ്റൽ കോളനി. നിങ്ങൾക്ക് വോൾവോക്സ് നോക്കുമ്പോൾ ഒരുപാട് ഡോട്ടർ കോളനീസ് അതിൻ്റെ ഉള്ളിൽ എൻട്രാപ്പ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ സോ ഈ പറയുന്ന ടൈപ്പ് ഓഫ് പ്രോസസ്, that is 8-celled plate Plakia stage, followed by 16-cell, followed by 32 or 162 up to 162 or any number of cells that species corresponds to, follows a holosphere with an opening known as phelapore, and after that through phelapore the whole colony undergo inversion, and then the anterior portions comes out, and from each anterior colony, each anterior cells, 2 biflagella arises, and isport developed, and they become functional daughter colonies. The daughter colonies can become entrapped inside vegetative cells for a long time, and after disintegration of the vegetative cells, the daughter colonies released into the water, and they multiply and forms new Volvox colony. സെക്ഷൽ റീപ്രൊഡക്ഷൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ലൈക്ക് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ only ഊഗമി മാത്രമേ ഉള്ളൂ, ബിക്കോസ് സിൻസ് ഇറ്റ് ഇസ് എൻ അഡ്വാൻസ്ഡ് ടൈപ്പ്. ചിലത് ഹോമോതാലിക്കാണ്. ആന്ത്രീഡിയ ആൻഡ് ഊഗോണിയ ഡെവലപ്ഡ് ഇൻ ദ സെയിം കോളനി, ആൻഡ് സം ആർ ഹെട്രോതാലിക്. മൊണീഷ്യസ് എന്ന് പറയുന്ന സ്പീഷീസ് യൂഷ്വലി പ്രൊട്രാൻഡ്രസ് ആണ്. ആന്ത്രീഡിയം ഊഗോണിയം ഒരുമിച്ചാണെങ്കിൽ ആന്ത്രീഡിയ ആയിരിക്കും ഊഗോണിയേക്കാളും പെട്ടെന്ന് മെച്ചുർ ചെയ്യുക. ബട്ട് സം സ്പീഷീസ് ആർ ഓൾസോ പ്രോട്ടോഗൈനസ്. Reproductive cells നമ്മൾ പറഞ്ഞ പോലെ they occupy the posterior part of the colony. These cells enlarge just like gonidia and form gametangia, and the male reproductive cells are known as andridia or androgonidia, and female reproductive cells are called as oogonia or gynogonidia. Andridium develop ചെയ്യുന്നത് andridial or androgonial mother cell നിന്നാണ്, which exists in the posterior side of the cells. Initial cells enlarge, it lose flagella, lose eye spot, the protoplasm becomes dense and nucleus becomes larger, and they divides into 8, 16 or 5, 1, 2 elongated cells, and cells remain in a plate-like structure of Plakia, then to holosphere with phelapore, then inversion takes place, and each cell develops into a spermatozoid or androzoid, which are spindle-shaped, elongated, biflagellated structures with cup-shaped chloroplast, nucleus, pyrenoid and eye spot. It is pale yellow in color. The androzoids are released into the water individually or in sometimes group. The development of oogonia is somewhat simple. Oogonia differentiate mostly in posterior side. Oogonial mother cells enlarge, nucleus becomes large, loose flagella and loose eye spot. Many pyrenoids appear with a dense protoplasm, and nucleus becomes very large, and the mature oospore or ovum is round or a slight flask in color, flask shaped in structure, and the egg is an uninucleate structure, and with a small beak, and the beak function as receptive spot. And during fertilization, due to chemotatic attraction, the andridium swim towards oogonia. They enter the oogonium, and only one androzoids enter the oogonium through the receptive spot and undergo plasmogamy and karyogamy and result in diploid zygote. Zygote secretes 3-layered thick wall to form zygospore or oospore. The 3 wall is known as exospore, mesospore and endospore, of which exospore is thick and mesospore and endospore is thin. And the wall contain hematochrome, so it is not green in color, which imparts a red color to the zygote. Zygote are released by the disintegration of parent colony, and the zygote undergoes, since it is a diploid, it undergoes meiosis to form 4 haploid nucleus, out of which 4 may survive in some species or 1 may survive in rare species. And the outer layers burst and the endospore comes out, and by haploid functional nuclei eventually develops into a biflagellate meiospore or meiospore. Meiospore undergo repeated division to form a plate, holosphere, inversion, and develops as a new colony. And this is a young synobium. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ എൻട്രാപ്പ് ചെയ്തിരിക്കുന്നത് സൈഗോട്ടാണ്. അപ്പോൾ നിങ്ങളെപ്പോൾ വോൾവോക്സിൻ്റെ പിക്ചർ കണ്ടാലും നിങ്ങൾക്ക് കാണാൻ പറ്റും either daughter colonies are entrapped, either androzoids are entrapped, or either zygote become entrapped in the parent cell colony. അതിങ്ങനെ തന്നെ ക്യാരി ചെയ്യും. പാരന്റ് സെൽ കോളനി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് മിക്ക കേസുകളിലും ഈ സൈഗോട്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എസെക്ഷൽ ഡോട്ടർ കോളനീസ് റിലീസ് ചെയ്യാറ്. ആന്ത്രോസോയിഡ്സ് മാത്രം അല്ലാതെ റിലീസ് ചെയ്യും. സോ ലൈഫ് സൈക്കിൾ നമുക്കറിയാം. സിൻസ് ഇറ്റ് ഇസ് എ ഹാപ്ലോയിഡ്, ഇറ്റ് ഇസ് ഹാപ്ലോണ്ടിക്. ദ ഓൺലി ഡിപ്ലോയിഡ് സ്റ്റേജ് ഈസ് zygote, which readily divide
by meiosis to make haploid volvox into a mature volvox colony. So this is all about volvox. It is a very simple form to study. I hope all of you have understood. You have to understood only one reason, that there are two important processes. One is what is known as a synovium, and the second one is the reproduction, because in all stage of volvox you can see a plate formation followed by a spear formation with vela pore and an inversion in volvox. Okay, thank you for listening. If you have any doubt, please do ask.